ജയോളിനെ അവരെങ്ങനെ കൺവിൻസ് ചെയ്തു എന്ന് കാണിച്ചുകൊണ്ടാണ് എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യുന്നത്. കീജൂൺ വീണ്ടും ജയോളിന്റെ അടുത്തേക്ക് തിരിച്ചു ചെല്ലും. എനിക്ക് ഇനി കൂടുതലായിട്ടൊന്നും പറയാനില്ല എന്ന് ജയോള് പറയുമ്പോൾ എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്, അത് കേൾക്കണമെന്ന് അവൻ നിർബന്ധം പിടിക്കും. ഞാൻ ഈ കമ്പനിയിൽ ജോയിൻ ചെയ്തപ്പോൾ ഇനോഗ്രൽ സ്പീച്ച് ജയോളിന്റെ ആയിരുന്നു. അന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്, നിങ്ങളുടെ ലൈഫിൽ ചെയ്തു പോയ കാര്യങ്ങളെ ഓർത്ത് റിഗ്രറ്റ് ചെയ്യുന്നതിനെക്കാട്ടിലും കൂടുതൽ ചെയ്യാത്ത കാര്യങ്ങൾ, ചെയ്യാൻ പറ്റാതെ പോയ കാര്യങ്ങൾ, അത് ഓർത്തായിരിക്കും ഏറ്റവും കൂടുതൽ റിഗ്രറ്റ് ചെയ്യാൻ പോകുന്നത്. ഒരിക്കലും ഹേമു കോർപ്പറേഷനിൽ വർക്ക് ചെയ്യുമ്പോൾ അങ്ങനെ ഒരു റിഗ്രറ്റ് വരാനായിട്ട് ഞാൻ സമ്മതിക്കത്തില്ല, അങ്ങനെയുള്ളൊരു സാഹചര്യം ഞാനായിട്ട് ഒരുക്കത്തില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്കത് വളരെ ഇംപ്രസീവായിട്ട് തോന്നി. അന്നത്തെ സമയത്ത് നിങ്ങളൊരു നല്ല VP ആണെന്ന് വരെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ നിങ്ങൾ നല്ലൊരു ലീഡർ തന്നെയായിരുന്നു എന്ന് കീജൂൺ ജയോളിന്റെ അടുത്ത് പറഞ്ഞു. ആദ്യമൊക്കെ ഇത് എനിക്ക് വെറും ഒരു ജോലി സ്ഥലം മാത്രമായിരുന്നു. എനിക്കിവിടെ നന്നായി പെർഫോം ചെയ്യണം, എല്ലാവരും എന്നെ അക്നോളജ് ചെയ്യണം, അപ്രീഷിയേറ്റ് ചെയ്യണം, അങ്ങനെ മാത്രമായിരുന്നു എൻ്റെ ചിന്ത. എന്നാൽ ടീം മാറി അവിടെ ചെന്നപ്പോൾ അവർക്കൊക്കെ ഇത് അവരുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമാണ്, എന്ത് സംഭവിച്ചാലും കമ്പനിയെ പ്രൊട്ടക്ട് ചെയ്യണം എന്നൊക്കെയുള്ള ചിന്താഗതിയുള്ള ആളുകളായിരുന്നു. അതോടുകൂടി എൻ്റെ ആറ്റിറ്റ്യൂഡും മാറാൻ തുടങ്ങി. അതുപോലെ ആത്മാർത്ഥമായിട്ട് ഇവിടെ ജോലി ചെയ്ത ഏകദേശം 1.5 ലക്ഷം പേർക്കാണ് ജോലി നഷ്ടപ്പെടാനായിട്ട് പോകുന്നത്. അതൊക്കെ അറിഞ്ഞിട്ടും ഒന്നും ചെയ്യാതെ ഇരുന്ന് കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ ജയോള് റിഗ്രറ്റ് ചെയ്യുമെന്ന് കീജൂൺ അവൻ്റെ അടുത്ത് പറയും. പിറ്റേ ദിവസം ജയോള് ഇനയെ വിളിക്കും. അങ്ങോട്ടേക്ക് വരുമ്പോൾ കീജൂണിന് ജയോളിനെ പറഞ്ഞ് കൺവിൻസ് ചെയ്യാൻ പറ്റിയെന്ന് അവർക്ക് മനസ്സിലാവും. ഞാൻ എന്ത് ചെയ്യണം എന്നാണ് നിങ്ങൾ പറയുന്നതെന്ന് ജയോള് അവരോട് ചോദിക്കും. അടുത്ത ദിവസമാണ് ഡീൽ സൈൻ ചെയ്യാനായിട്ട് പോകുന്നത്. അതിനു മുമ്പേ ബോർഡ് മീറ്റിംഗ് കൂടി സാങ്യോളിനെ ഡിസ്മിസ് ചെയ്യണം. അതിന് 4-5 ഡയറക്ടേഴ്സിന് പവർ ഉണ്ട്. അതിൽ ഏറ്റവും സീനിയർ ആയിട്ടുള്ള ആളെ പോയി കണ്ടിട്ട് ജയോള് കൺവിൻസ് ചെയ്യണം എന്ന് പറയും. അങ്ങനെ ജയോള് അയാളെ കാണാനായിട്ട് പോകും. ഞാൻ തിരിച്ച് കമ്പനിയിൽ ജോയിൻ ചെയ്യാം എന്നല്ല പറയുന്നത്, പക്ഷെ കഴിവുള്ള ആളുകൾ കമ്പനിയെ നയിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. അതിന് വേണ്ടിയിട്ട് പറ്റിയ ഒരാളെ നമുക്ക് കണ്ടുപിടിക്കണം, അതിനും കൂടി വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടാണ് അയാളെ കൺവിൻസ് ചെയ്യാനായിട്ട് നോക്കുന്നത്. അങ്ങനെ ബാക്കിയുള്ളവരെ ടീം 3-ലെ ആളുകളാണ് പോയി കണ്ട് വളരെ കഷ്ടപ്പെട്ടാണ് അവർ സമ്മതിക്കുന്നത്. ഇതൊക്കെ സാങ്യോളും അറിയും. ഉടനെ ഒരു ബോർഡ് മീറ്റിംഗ് കൂടുകയാണെന്ന് അറിയുമ്പോഴത്തേക്കിനും അവന് പുച്ഛമാണ്. കൂടുതൽ ആളുകളും എൻ്റെ കൂടെ തന്നെയാണ്, അതുകൊണ്ട് പേടിക്കാനൊന്നുമില്ല. പിന്നെ ഡയറക്ടർ ഹാൻ എന്ത് സംഭവിച്ചാലും അവരുടെ കൂടെ കൂടാനായിട്ട് പോകുന്നില്ല. ബാക്കി 2 പേർക്ക് ഇതിലൊന്നും താല്പര്യമില്ല. കൂടുതൽ ആളുകൾ എൻ്റെ കൂടെ തന്നെയാണെന്നുള്ള കോൺഫിഡൻസിലാണ് അവൻ. സാങ്യോളിന്റെ സൈഡിൽ ഉണ്ടായിരുന്ന ഒരു ഡയറക്ടറിനെ മാത്രം അവർക്ക് അവരുടെ സൈഡിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്നില്ല. ബാക്കി എല്ലാവരെയും കൺവിൻസ് ചെയ്യിക്കാനായിട്ട് പറ്റി. അവരെല്ലാം സൈൻ ചെയ്യാമെന്ന് സമ്മതിക്കുകയും ചെയ്തു. പക്ഷെ ഇയാളെ മാത്രം ഒരു രീതിക്കും അവർക്ക് കൺവിൻസ് ചെയ്യാൻ പറ്റുന്നില്ല. ഒരാളുടെ കൂടി സൈൻ വേണം, എന്ത് ചെയ്യണം എന്നറിയത്തില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അച്ഛൻ്റെ സൈൻ മതി, അച്ഛനും ഇപ്പോഴും പവർ ഉണ്ട്, കമ്പനിയിൽ ഹോൾഡ് ഉണ്ടെന്ന് അവർക്ക് ഓർമ്മ വരുന്നു. അങ്ങനെ ജയോള് അച്ഛനെ കാണാനായിട്ട് പോകും. എനിക്കിനി ഇതിലൊന്നും ഇടപെടാൻ താല്പര്യമില്ല, ഏറ്റവും നല്ല ആള് തന്നെ അടുത്ത പ്രസിഡന്റായിട്ട് വരണം എന്ന് ഞാൻ ആഗ്രഹിച്ചു. പക്ഷെ ഇപ്പോൾ കമ്പനിയുടെ അവസ്ഥ കണ്ടില്ലേ, ഇനിയിപ്പോൾ എന്തെങ്കിലും ആവട്ടെ എന്ന് അച്ഛൻ പറയും. ചെറുതായിരുന്നപ്പോൾ മുതൽ ഞങ്ങളെ രണ്ടുപേരെയും ഒരു കാര്യമില്ലാതെ അച്ഛൻ പരസ്പരം മത്സരിപ്പിക്കുന്ന രീതിയിലാണ് കാര്യങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്തുകൊണ്ടിരുന്നത്. ഒരു പക്ഷേ ഏറ്റവും നല്ല ആള് തന്നെ അച്ഛൻ്റെ കമ്പനിയുടെ അടുത്ത പ്രസിഡന്റ് ആണെന്ന് ആഗ്രഹമുള്ളത് കൊണ്ടായിരിക്കാം എന്ന് വിചാരിച്ചിട്ട് അതിനെല്ലാം ഞാൻ കൂടെ നിൽക്കുകയും അതിനനുസരിച്ച് ഹാർഡ് വർക്ക് ചെയ്യുകയും ചെയ്തു. കുറെ കഴിഞ്ഞപ്പോൾ എനിക്ക് അച്ഛനോടത് ദേഷ്യവും റിസൾമെന്റും ഒക്കെ ആയിട്ട് മാറി. പക്ഷെ ഇപ്പോൾ കമ്പനിയുടെ അവസ്ഥ എന്താണെന്ന് അച്ഛൻ അറിയാം. നാശത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അച്ഛൻ ലൈഫ് മുഴുവൻ കഷ്ടപ്പെട്ട് പടുത്തുയർത്തിയ ഒരു കമ്പനിയാണ്, അത് ഒന്നുമല്ലാതെ പോകാനായിട്ട് പോവുകയാണ്. അത് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത്രയും കാലം ഇങ്ങനെയൊക്കെ ചെയ്തത്. എന്നിട്ടും അവസാനം സംഭവിക്കുന്നത് ഇതാണ്. ഞാൻ എൻ്റെ ദേഷ്യമെല്ലാം മാറ്റിവെച്ച്, ഈഗോ മാറ്റിവെച്ച് അച്ഛനെ കാണാൻ വന്നതും ആ കമ്പനി പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണെന്ന് അവൻ അച്ഛനോട് പറയും. അങ്ങനെയാണ് ഡീൽ സൈൻ ചെയ്യുന്ന ദിവസം 3 പേരും കൂടി കമ്പനിയിലേക്ക് എത്തുന്നത്. പക്ഷെ അവരോട് എത്തുമ്പോഴേക്കും എല്ലാം കഴിഞ്ഞിട്ടുണ്ടാവും. ബോർഡ് ഇന്നലെ സാങ്യോളിനെ VP സ്ഥാനത്ത് നിന്ന് ഡിസ്മിസ് ചെയ്തിട്ടുണ്ടെന്ന് ജയോള് അവിടെ വന്ന് പറയുമ്പോഴത്തേക്കിനും സാങ്യോൾ വിശ്വസിക്കത്തില്ല. കാരണം എന്തായാലും ഡയറക്ടർ ഹാൻ അവന്റെ കൂടെയാണ്. ബാക്കി 5 പേര് സൈൻ ചെയ്യണം. 5 പേര് ഇല്ല എന്നാണ് അവന്റെ വിശ്വാസം. അവൻ ഡോക്യുമെന്റ്സ് വാങ്ങി നോക്കുമ്പോൾ അച്ഛനാണ് സൈൻ ചെയ്തേക്കുന്നതെന്ന് മനസ്സിലാവും. ഇങ്ങനെ ഒരു ഡീല് അതിനുശേഷം സൈൻ ചെയ്യുമ്പോൾ ലീഗലായിട്ട് പ്രശ്നങ്ങളൊക്കെ വരും. അതുകൊണ്ട് തന്നെ മറ്റേ കമ്പനിയുടെ മെയിൻ ആളുകളെയൊക്കെ അറിയിച്ചിട്ടാണ് അവരിങ്ങോട്ടേക്ക് വന്നേക്കുന്നതെന്ന് ഇന പറയും. ഇതെല്ലാം കേട്ട് അന്തം വിട്ട് നിൽക്കുകയാണ് മിസ് പാർക്ക്. കമ്പനിയുടെ കാര്യത്തിൽ നിനക്ക് യാതൊരു താല്പര്യം ഇല്ലാന്നൊക്കെ പ്രിറ്റൻഡ് ചെയ്തിട്ട് ഇപ്പൊ എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് സാങ്യോള് ജയോളിന്റെ അടുത്ത് ചോദിക്കും. നിന്റെ കയ്യിൽ നിന്ന് കമ്പനി തട്ടിയെടുക്കാനോ നിന്നോട് വഴക്ക് കൂടാനോ ഒന്നുമല്ല ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്. എനിക്ക് എൻ്റെ മുന്നോട്ടുള്ള ജീവിതം പീസ്ഫുൾ ആയിട്ട് കൊണ്ടുപോകണം എന്ന് ആഗ്രഹമുണ്ട്. അതിന് ഇത് ചെയ്യണമായിരുന്നു എന്നാണ് ജയോള് മറുപടി കൊടുക്കുന്നത്. ലീഗലി പ്രശ്നം വരുമെന്നുള്ള കാര്യങ്ങളൊക്കെ തെളിവ് നശിപ്പിച്ചിട്ടുണ്ട് സാങ്യോള്. പക്ഷെ ഞാൻ ബാക്കപ്പ് ഫയൽ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു പെൻ ഡ്രൈവ് ജയോളിന് കൊടുക്കും മിസ് പാർക്ക്.
പണ്ടും ഇതുപോലെ തന്നെ ആയിരുന്നല്ലോ, ആൾ നല്ല മെറ്റിക്കുലസ് ആയിരുന്നല്ലോ, അതുകൊണ്ടാണല്ലോ എനിക്കെന്തെയും തെളിവ് കയ്യിലുണ്ടായിരുന്നതെന്ന് അവൻ ചോദിക്കുമ്പോഴത്തേക്കിനും അവളൊന്നും മിണ്ടാതെ നിൽക്കും. ഇപ്പൊ എന്താണ് ഇങ്ങനെ ഒരു മനമാറ്റം എന്ന് ചോദിക്കുന്നുണ്ടേ. ഞാനൊരു മോശം വ്യക്തിയാണെന്നാണ് വിചാരിച്ചു വെച്ചിരുന്നത്, പക്ഷെ ഞാൻ വിചാരിച്ചത്രയും മോശമല്ല എന്ന് ഞാൻ സ്വയം തിരിച്ചറിഞ്ഞു എന്ന് പറഞ്ഞിട്ടാണ് അവൾ അവിടുന്ന് പോകുന്നത്. പിന്നീട് ഒരു വർഷത്തിന് ശേഷമുള്ള കാര്യങ്ങളാണ് കാണിക്കുന്നത്. അവരുടെ ഓഫീസിൽ പുതിയതായിട്ട് ഒരു ജൂനിയറെ ജോയിൻ ചെയ്തിട്ടുണ്ട്. ആ ജൂനിയറിന്റെ അടുത്ത് കീജൂൺ സ്ട്രിക്റ്റ് ആയിട്ടാണ് ബിഹേവ് ചെയ്യുന്നത്. അതെല്ലാം കാണുമ്പോഴത്തേക്കിനും ആദ്യം ഇനെ എങ്ങനെയാണോ അവനോട് പെരുമാറിക്കൊണ്ടിരുന്നത് അതുപോലെ തന്നെയാണ് അവൻ ബിഹേവ് ചെയ്യുന്നതെന്ന് അവർക്കൊക്കെ മനസ്സിലാവും. രണ്ടുപേരുടെയും പേഴ്സണാലിറ്റി സ്വിച്ച് ചെയ്തതാണോ എന്നൊക്കെ അവർ തമാശയായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പറയും. ജോൾ ഇപ്പോ വിദേശത്താണ്, എന്തോ ആവശ്യത്തിന് വേണ്ടിയിട്ട് കൊറിയയിലേക്ക് തിരിച്ചു വരുമ്പോൾ അവനെ വെയിറ്റ് ചെയ്ത് ഒരാൾ അവിടെ നിൽപ്പുണ്ടാവും എയർപോർട്ടിൽ. ഞാൻ വിളിച്ചിട്ടൊന്നും കോൾ അറ്റൻഡ് ചെയ്യുന്നില്ല, ഒരു രീതിക്കും നിന്നെ കോൺടാക്ട് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു മാർഗം സ്വീകരിച്ചതെന്ന് അയാൾ പറയും. എന്നിട്ട് അമ്മയെ പറ്റിയൊക്കെ അന്വേഷിക്കും. അമ്മ സുഖമായിട്ടിരിക്കുന്നു എന്ന് ജോൾ പറയുമ്പോൾ, ഞാൻ മെഡിക്കൽ ഫൗണ്ടേഷന്റെ കാര്യം പറയാൻ വേണ്ടിയിട്ട് വന്നതാണ്. മരുന്നൊക്കെ റിസർച്ച് ചെയ്ത് ഞങ്ങൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ഇനി വേണ്ടുന്നത് ഇൻവെസ്റ്റ്മെന്റ് ആണ്. അതിന് ജയോളുടെ കണക്ഷൻസ് ഒക്കെ ഒന്ന് യൂസ് ചെയ്യണം എന്ന് പറയുമ്പോൾ, ഞാൻ കാരണം ഒരു കാര്യമില്ലാതെ മെഡിക്കൽ ഫൗണ്ടേഷന് കുറച്ച് പ്രശ്നങ്ങളൊക്കെ വന്നു, അതുകൊണ്ട് തന്നെ അവിടെയുള്ളവർക്ക് അത് ഇഷ്ടപ്പെടുകയും ചോദിക്കും. നീ നിന്റെ അമ്മയുടെ കാര്യത്തിൽ എത്രമാത്രം സിൻസിയർ ആയിരുന്നു എന്ന് എല്ലാവർക്കും അവിടെ അറിയാം, അതുകൊണ്ട് എല്ലാവർക്കും അതിൽ സന്തോഷം മാത്രമേ കാണത്തുള്ളൂ എന്ന് അയാൾ മറുപടി കൊടുക്കും. അന്ന് വൈകിട്ട് ഡിന്നറിന് കാണുമ്പോൾ എന്തിനാണ് പുതിയ ആളുടെ അടുത്ത് ഇത്രയും ഹാർഷായിട്ട് പെരുമാറുന്നതെന്ന് ഇനെ ചോദിക്കും. എൻ്റെ അടുത്ത് ആദ്യം ഇങ്ങനെ ആയിരുന്നു എന്ന് അവൻ തിരിച്ച് ഓർമ്മിപ്പിക്കും. ഞാൻ പുതിയതായിട്ട് ഒരു അപ്പാർട്ട്മെന്റ് വാങ്ങി, പഴയൊരു ബിൽഡിങ്ങിലാണ്, എങ്കിലും ലീസിനും റെന്റിനും ഒന്നല്ലാതെ സ്വന്തമായിട്ട് ഒരു വീട് വാങ്ങാൻ പറ്റിയതിൽ സന്തോഷമുണ്ട്. ഒരു 1 ബെഡ്റൂം അപ്പാർട്ട്മെന്റ് ആണ്, എനിക്ക് താമസിക്കാൻ പെർഫെക്റ്റ് ആണെന്ന് ഇനെ പറയുന്നത് കേൾക്കുമ്പോൾ കീജൂൺ അത് ഫീൽ ചെയ്യും. എന്തുകൊണ്ടാണ് എന്നോട് ഇത് പറയാതിരുന്നതെന്ന് അവൻ ചോദിക്കും. കാരണം എല്ലാ ദിവസവും അവർ ഓഫീസിൽ വെച്ച് കാണുന്നുണ്ട്, അതിനുശേഷം മീറ്റ് ചെയ്യുന്നുണ്ട്, വീക്കെൻഡ്സിൽ ഡേറ്റിന് പോകുന്നുണ്ടായിരുന്നു. ഒരിക്കൽ പോലും ഓണർ മാറാൻ പറഞ്ഞെന്നോ അയാൾ അവിടെ താമസിക്കാൻ വരുവാണ് അതുകൊണ്ട് പുതിയ അപ്പാർട്ട്മെന്റ് നോക്കണമെന്നോ ഒന്നും അവള് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അതിനവർക്ക് ഉത്തരവില്ല. അതുകൊണ്ട് തന്നെ അവന് ദേഷ്യം വരും. എന്തുകൊണ്ടാണ് പെർഫെക്റ്റ് ആയിട്ട് എനിക്ക് മാത്രം താമസിക്കാൻ പറ്റുന്ന സ്ഥലമാണെന്നുള്ള രീതിക്ക് സംസാരിക്കുന്നത്, നമ്മളെപ്പറ്റി എന്തുകൊണ്ടാണ് ചിന്തിച്ചു തുടങ്ങാത്തതെന്ന് അവൻ ചോദിക്കും. അവൻ എന്താണ് ഉദ്ദേശിച്ചതെന്ന് ആദ്യം അവർക്ക് മനസ്സിലാകത്തില്ല. പിന്നീടാണ് കല്യാണത്തെ പറ്റിയാണ് അവൻ സംസാരിക്കുന്നതെന്ന് അവർക്ക് മനസ്സിലാകുന്നത്. അത് മുന്നോട്ടുള്ള എൻ്റെ ജീവിതത്തെ മുഴുവൻ അഫക്ട് ചെയ്യാൻ പോകുന്ന ഒരു ഡിസിഷൻ ആണ്. അതുകൊണ്ട് തന്നെ അത്ര പെട്ടെന്നൊന്നും തീരുമാനം എടുക്കാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ തന്നെ ഞാൻ കല്യാണത്തെ പറ്റി ആലോചിച്ചിട്ടേ ഇല്ല, എൻ്റെ ലൈഫിൽ കല്യാണം എന്നൊരു സങ്കല്പം പോലും ഇല്ല, അത് സംഭവിക്കുമെന്ന് എനിക്ക് അറിയത്തില്ല എന്ന് ഇങ്ങനെ പറയും. അതിനർത്ഥം ഇയാൾക്ക് എന്നെ വിശ്വാസമില്ല, എന്നെ ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റത്തില്ല എന്നാണ് എന്ന് കീജൂൺ ദേഷ്യത്തിൽ പറഞ്ഞിട്ട് അവിടുന്ന് പോകും. പിറ്റേ ദിവസം അവർക്ക് ഓഫീസിൽ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. അവരുടെ ഇന്ററാക്ഷൻ കാണുമ്പോൾ അവർ തമ്മിൽ വഴക്ക് കൂടിയെന്ന് ടീമിലുള്ളവർക്കെല്ലാം മനസ്സിലാവും. അങ്ങനെ വൈകിട്ട് അവരൊരു ടീം ഡിന്നർ അറേഞ്ച് ചെയ്യും. എന്തിനാണ് നിങ്ങളെ വഴക്കുണ്ടാക്കിയതെന്ന് മിസ് യൂൺ ചോദിക്കും. അവർ കാര്യം പറയും. അപ്പോൾ അവരുടെ ടീമിലെ എല്ലാവർക്കും വ്യത്യസ്തമായ അഭിപ്രായങ്ങളാണ് ഇതിനെപ്പറ്റി. ഇനെ പോലെ ചിന്തിക്കുന്നവരും കീജൂണിനെ പോലെ ചിന്തിക്കുന്നവരും അവരുടെ കൂട്ടത്തിലുണ്ട്. അപ്പോൾ ഓരോരുത്തരുടെ കാഴ്ചപ്പാട് അനുസരിച്ചിരിക്കും ഇതിനെ പറ്റിയുള്ള ഫൈനൽ ഡിസിഷൻ എന്നൊക്കെ അവർക്ക് മനസ്സിലാവും. അവിടെ നിന്ന് ഇറങ്ങുമ്പോഴത്തേക്കിനും എനിക്ക് ഒരു കോള് വരും. അവളുടെ അച്ഛൻ മരിച്ചുപോയി എന്നാണ് പറയുന്നത്. ഇതിന്റെ ഇടയ്ക്ക് പല പ്രാവശ്യം അച്ഛൻ അവളെ കോൺടാക്ട് ചെയ്യാനായിട്ട് നോക്കിയിട്ടുണ്ടെങ്കിലും അവൾ ഒരിക്കലും കോൾസ് ഒന്നും അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ചടങ്ങുകളൊക്കെ ഒറ്റ ദിവസത്തേക്ക് നടത്തിയാൽ മതിയെന്ന് ഇനെ തീരുമാനിക്കും. ടീം മെമ്പേഴ്സ് മാത്രമാണ് അറ്റൻഡ് ചെയ്യുന്നത്, ഓഫീസിലെ വേറെ ആരെയും അറിയിക്കേണ്ടെന്നും അവൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ വിവരം അറിഞ്ഞ് ജയോൾ എത്തും. അന്നേരമാണ് അവൻ കൊറിയയിലേക്ക് വന്നിട്ട് കുറച്ച് നാളായി എന്ന് അവൾ അറിയുന്നത്. മെഡിക്കൽ ഫൗണ്ടേഷനിൽ ജോയിൻ ചെയ്തു എന്ന് ജയോൾ അവളുടെ അടുത്ത് പറയും. അത് കേൾക്കുമ്പോൾ അവൾക്ക് സന്തോഷം തോന്നും. ഇയാൾക്ക് സപ്പോർട്ടായിട്ട് കീജൂൺ കൂടെ ഉണ്ടെന്ന് കാണുന്നതിൽ സന്തോഷമുണ്ടെന്ന് പറഞ്ഞിട്ടാണ് ജയോൾ അവിടുന്ന് പോകുന്നത്. ഹോസ്പിറ്റലിൽ നിന്ന് അച്ഛൻ്റെ സാധനങ്ങളെല്ലാം കൂടി പാക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. കീജൂൺ അത് കൊണ്ടുവന്ന് എനിക്ക് കൊടുക്കും. അവൾ അത് വാങ്ങി മാറ്റി വെക്കും. അവൻ കോഫി എടുക്കാനായിട്ട് പോയിട്ട് തിരിച്ചു വരുമ്പോൾ അവൾ അച്ഛൻ്റെ ചെരുപ്പ് നോക്കി സങ്കടപ്പെട്ടിരിക്കുന്നത് കാണും. ഇത് ഒരു വിയേർഡ് ഫീലിംഗ് ആണ്. അച്ഛനോട് എനിക്ക് ദേഷ്യമായിരുന്നു, ആ ദേഷ്യം പോയിട്ടില്ല. പക്ഷെ ഇപ്പോൾ എനിക്ക് പിറ്റി തോന്നുന്നു. അച്ഛനോട് ഞാൻ ക്ഷമിച്ചിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ക്ഷമിക്കുന്നതിന് മുമ്പ് അച്ഛൻ എന്നെ വിട്ടുപോയല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അവൾ അന്നേരമാണ് അടക്കി വെച്ചിരുന്ന സങ്കടമെല്ലാം പൊട്ടിക്കരഞ്ഞ് തീർക്കുന്നത്. അന്നത്തെ ദിവസം അവൾ ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. നല്ല ക്ഷീണം ഉണ്ടാവും. വീട്ടിൽ ചെന്നാൽ ഒന്നും പ്രിപ്പയർ ചെയ്ത് കഴിക്കാൻ പോകുന്നില്ല എന്ന് അറിയാവുന്നത് കൊണ്ട് കീജൂൺ അവളെയും കൂട്ടി വീട്ടിലേക്ക് വരുമ്പോൾ അവന്റെ ചേച്ചിമാർ 3 പേരും അവനെ വെയിറ്റ് ചെയ്ത് അവിടെ നിൽപ്പുണ്ടാവും. ഞങ്ങൾ ആ കാര്യങ്ങൾ അറിഞ്ഞ് വന്നപ്പോഴത്തേക്കിനും താമസിച്ചു പോയി, പിന്നെ അങ്ങോട്ടേക്ക് വരരുതെന്ന് കീജൂൺ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് ചേച്ചിമാര് അവളോട് പറയും. അവൾക്ക് ഫുഡൊന്നും കഴിക്കാനുള്ള മാനസികാവസ്ഥ കാണത്തില്ല, എങ്കിലും ഫുഡ് കഴിക്കണം. അതുകൊണ്ട് അവൾക്കും കൂടി വേണ്ടിയിട്ടുള്ള ഫുഡൊക്കെ അവർ പ്രിപ്പയർ ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അവരാണ് അവൾക്ക് ഫുഡെല്ലാം എടുത്തു കൊടുക്കുന്നത്. കീജൂൺ അതിൻ്റെ ഇടയ്ക്ക് അവരെ പറഞ്ഞു വിടാനായിട്ടൊക്കെ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവരതൊന്നും ശ്രദ്ധിക്കുന്നു. എനിക്ക് ഫുഡ് ഇഷ്ടപ്പെട്ടു, അവള്
അത് ആസ്വദിച്ചാണ് കഴിക്കുന്നതെന്ന് കാണുമ്പോഴത്തേക്കും ചേച്ചിമാർക്ക് സന്തോഷമാവും. ചേച്ചിമാരാണെങ്കിൽ കീജൂണിനെ ടീസ് ചെയ്യുന്നതും കീജൂൺ അവരുടെ വഴക്ക് കൂടുന്നതും എല്ലാം ഇന നോക്കിയിരിക്കും. അത്രയും വാമത്തുള്ള ഒരു ഫാമിലി അറ്റ്മോസ്ഫിയർ അവൾ അതിനു മുമ്പ് അനുഭവിച്ചിട്ടില്ല. ഒരു ദിവസം മിസ് പാർക്കർ ബാങ്കിലേക്ക് വരുമ്പോൾ ജയോള് അവിടെ എന്തൊക്കെയോ അന്വേഷിക്കുന്നത് കാണും. അവൾ ചെന്ന് ഹെൽപ്പ് ചെയ്ത് കൊടുക്കും. ഇപ്പൊ എവിടെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് അവൻ ചോദിക്കും. എന്നിട്ട് അവന്റെ വിസിറ്റിംഗ് കാർഡ് കൊടുക്കും. ഞാനിത് ഡിസേർവിംഗ് ആണോ എന്ന് മിസ് പാർക്കർ ചോദിക്കുമ്പോൾ എനിക്ക് ടാലന്റഡ് ആയിട്ടുള്ള ഒരു എംപ്ലോയി ആണ് ആവശ്യമെന്ന് അവൻ മറുപടി പറയും. എനിക്ക് സീനിയർ മാനേജിംഗ് ഡയറക്ടറായിട്ട് പ്രൊമോഷൻ കിട്ടും. കീജൂൺ എന്ന അമ്മയുടെയും ചേച്ചിമാരുടെയും അടുത്തേക്ക് കിംചി പ്രിപ്പറേഷന് വേണ്ടിയിട്ട് പോകാനുള്ളത് കൊണ്ട് ഇനയുടെ വീട്ടിലേക്ക് ചെല്ലാൻ പറ്റത്തില്ല. അവിടെ ചെല്ലുമ്പോൾ അടുത്ത വർഷം ആകുമ്പോൾ നമ്മുടെ ഫാമിലിയിൽ ഒരാളും കൂടി കാണുമല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അവരെല്ലാം കൂടി അവനെ കളിയാക്കും. പക്ഷെ എനിക്ക് പ്രൊമോഷൻ കിട്ടി, അതുകൊണ്ട് ഇനി കുറെ നാളത്തേക്ക് ബിസി ആയിരിക്കും, വേറെ കാര്യങ്ങളൊന്നും ആലോചിക്കാനുള്ള സമയമില്ല എന്ന് അവൻ പറയും. VP-യുടെ തൊട്ട് താഴെയുള്ള പൊസിഷനാണ് നമുക്ക് കിട്ടിയേക്കുന്നതെന്ന് അറിയുമ്പോൾ അവർക്കെല്ലാം പക്ഷേ സന്തോഷമാവും. ജയോള് മിസ് പാർക്കിന്റെ ഫോൺ കോൾ പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിലും അവള് വിളിക്കുന്നില്ല. അവള് കുറച്ചു നേരം ആ വിസിറ്റിംഗ് കാർഡ് നോക്കിയിട്ട് അവളുടെ പേഴ്സിൽ എടുത്ത് വെക്കും. വീട്ടിൽ ഒറ്റയ്ക്ക് ഫുഡ് കഴിച്ചോണ്ടിരിക്കുമ്പോൾ ഇന എന്തോ ആലോചനയിലാണ്. അതിനുശേഷം അവള് കീജൂണിനെ കാണണം എന്ന് പറയും. എനിക്ക് പ്രൊമോഷൻ കിട്ടിയതിൽ എനിക്ക് സന്തോഷമുണ്ട്, പക്ഷെ അതിന്റെ കൂടെ തന്നെ കുറച്ച് കാര്യങ്ങളും കൂടി എനിക്ക് പറയാനായിട്ടുണ്ട്. പ്രൊമോഷൻ ആയി കഴിയുമ്പോൾ ഇപ്പോഴത്തെ പോലെ നമുക്ക് എപ്പോഴും കാണാൻ പറ്റിയെന്ന് വരത്തില്ല. എനിക്ക് ഇയാൾ വിളിക്കുമ്പോഴെല്ലാം കോൾ അറ്റൻഡ് ചെയ്യാനോ മെസ്സേജസിന് അപ്പം തന്നെ റിപ്ലൈ തരാനോ ഒന്നും പറ്റിയെന്ന് വരത്തില്ല, അതിനുള്ള സമയം കാണത്തില്ല. എൻ്റെ പുതിയ പൊസിഷൻ എന്ന് പറയുന്നത് അതുപോലെ റെസ്പോൺസിബിലിറ്റി പ്രഷറും ഉള്ള ഒരു ജോലിയാണ്. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ആ സ്ട്രെസ് എല്ലാം കൂടി ഒരുപക്ഷെ ദേഷ്യമായിട്ട് കീജൂണിൻ്റെ അടുത്തായിരിക്കാം ഞാൻ കാണിക്കാൻ പോകുന്നത്. അതൊക്കെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുമെന്ന് കീജൂണിന് തോന്നുന്നുണ്ടോ എന്ന് അവൾ ചോദിക്കുമ്പോൾ എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നതെന്ന് അവൻ തിരിച്ചു ചോദിക്കും. എൻ്റെ പ്രൊമോഷന്റെ വാർത്ത അറിഞ്ഞപ്പോൾ എനിക്ക് സന്തോഷം തോന്നി. ആദ്യം തന്നെ ഇയാളോട് ഷെയർ ചെയ്യണം എന്നാണ് എനിക്ക് തോന്നിയത്. ഇന്ന് വീട്ടിലിരുന്ന ഒറ്റയ്ക്ക് ഫുഡ് കഴിച്ചുകൊണ്ടിരുന്നപ്പം ഞാൻ അതിനെപ്പറ്റിയാണ് ആലോചിച്ചുകൊണ്ടിരുന്നത്. ഏതോ ഒരു പോയിന്റിൽ എൻ്റെ സന്തോഷങ്ങളും സങ്കടങ്ങളും എല്ലാം ഞാൻ ഇയാളുമായിട്ട് ഷെയർ ചെയ്ത് അതങ്ങ് ശീലമായി പോയി എന്ന് തോന്നുന്നു. ഒരിക്കലും എൻ്റെ അച്ഛനും അമ്മയും ഒരു നല്ല ഫാമിലി ലൈഫ് ലീഡ് ചെയ്ത് ഞാൻ കണ്ടിട്ടില്ല. അതുകൊണ്ട് ഫാമിലി എന്ന് പറയുന്ന ഒരു സങ്കല്പം എൻ്റെ മനസ്സിലേ ഇല്ലായിരുന്നു. പക്ഷേ ഇയാളോടൊപ്പം ആണെങ്കിൽ അത് പറ്റും എന്നെനിക്കൊരു വിശ്വാസമുണ്ട്. അതുകൊണ്ട് തന്നെ അതൊന്ന് ട്രൈ ചെയ്യാനായിട്ട് ഞാൻ തീരുമാനിച്ചു. എൻ്റെ കൂടെ താമസിക്കാനായിട്ട് താല്പര്യമുണ്ടോ എന്ന് അവള് കീജൂണിന്റെ അടുത്ത് ചോദിക്കുമ്പോൾ കീജൂണിന് സന്തോഷവും. അവരുടെ റിലേഷൻഷിപ്പ് ഇനി അടുത്തൊരു സ്റ്റേജിലേക്ക് പോകുമോ എന്ന് കീജൂണിന് സംശയം ഉണ്ടായിരുന്നു. അവൾക്ക് പേടിയാണ് അല്ലെങ്കിൽ താല്പര്യമില്ല എന്നൊക്കെയാണ് വിചാരിച്ചു വെച്ചിരുന്നത്. അന്നേരമാണ് അവൾ ഇങ്ങനെ ഒരു സജഷൻ പറയുന്നത്. ലൈഫിൽ ഒരുപാട് ഹാപ്പി മൊമെന്റ്സ് ഷെയർ ചെയ്യാനായിട്ട് അവർക്ക് പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ അഭിപ്രായ വ്യത്യാസങ്ങളും വരുന്നുണ്ട്. അത് ഹാൻഡിൽ ചെയ്യാൻ രണ്ടുപേർക്കും പറ്റുന്നില്ല. അത് അവരുടെ വർക്ക് ലൈഫിനെ അഫക്ട് ചെയ്തു തുടങ്ങും. ഹൈഡ് ചെയ്യാനായിട്ട് രണ്ടുപേർക്കും അറിയത്തില്ല. അതുകൊണ്ട് തന്നെ അവർ വഴക്ക് കൂടിയിട്ടുണ്ടെങ്കിൽ ചുറ്റുമുള്ള ആളുകൾക്കൊക്കെ അത് തിരിച്ചറിയാനായിട്ട് പറ്റുന്നുണ്ട്. പ്രൊഫഷണൽ ലൈഫും പേഴ്സണൽ ലൈഫും ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുന്നതാണ് ഒരു സക്സസ്ഫുൾ റിലേഷൻഷിപ്പിന് വേണ്ടതെന്ന് അവർ തിരിച്ചറിയും. അതുകൊണ്ട് തന്നെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ പറഞ്ഞു തീർക്കാനായിട്ട് അവർ തീരുമാനിക്കും. അവർ രണ്ടുപേരും കൂടി ഒരു കേസ് സോൾവ് ചെയ്ത് സന്തോഷത്തോടെ തിരിച്ചു പോകുന്നത് കാണിച്ചുകൊണ്ടാണ് ഡ്രാമ അവസാനിക്കുന്നത്.